നമസ്കാരം. ഏതും ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മലയാള സിനിമയിൽ ഇന്നേ വരെ 100 കോടി നേടിയ ചിത്രങ്ങളെ കുറിച്ചാണ്. അതുപോലെ പ്രൊമോഷന്റെ ഭാഗമായിരിക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ട്രാറ്റജി വെച്ചായിരിക്കണം 100 കോടി തള്ളിയ ചില സിനിമകളെ കുറിച്ചും നമ്മൾ നോക്കുന്നുണ്ട്. വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് മാന്യ പ്രേക്ഷകരുടെ ഒരു അഭ്യർത്ഥന ഉണ്ട്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബും എന്നെപ്പോലെയുള്ള ഒരു സാധാരണ യൂട്യൂബർക്ക് എപ്പോഴും എനർജിയാണ്, മുന്നോട്ട് പോകാൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ സബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ആദ്യം നമുക്ക് യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ 100 കോടി നേടിയ ചിത്രങ്ങളെ കുറിച്ച് നോക്കാം. 2016 പുലിമുരുകൻ എന്ന സിനിമയാണ് ആദ്യമായി മലയാള സിനിമയിൽ നിന്ന് 100 കോടി സ്വന്തമാക്കിയത്. ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത ഈ ചിത്രം മലയാളത്തിന്റെ ഒരു നായികക്കല്ലാണ്. 2019 മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി അഭിനയിച്ച ലൂസിഫർ ആണ് മലയാളത്തിൽ 100 കോടി നേടിയ രണ്ടാമത്തെ ചിത്രം. അതുവരെ കാണാത്ത സ്റ്റൈല് കൊണ്ടും മേക്കിംഗ് കൊണ്ടും ഈ ചിത്രം ഏറെ വ്യത്യസ്തമായിരുന്നു. പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ സിനിമയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ജനങ്ങൾ ഇടിച്ചു കയറുകയായിരുന്നു. 10 ദിവസങ്ങൾ കൊണ്ട് 100 കോടി എന്ന ടാർഗറ്റ് ഈ സിനിമ കവർ ചെയ്തു. മലയാള സിനിമയിൽ മൂന്നാമതായി 100 കോടി നേടിയ ചിത്രം 2013 റിലീസ് ചെയ്ത 2018 എന്ന ചിത്രമാണ്. 2018 കേരളത്തിലുണ്ടായ ഫ്ലഡിനെ ബേസ് ചെയ്തുണ്ടാക്കിയ ഈ ചിത്രം വലിയ രീതിയിലാണ് കേരളത്തിലെ ബോക്സ് ഓഫീസിൽ സ്വീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 100 കോടി ഈ ചിത്രം മൂന്നാമതായി മലയാള സിനിമയിൽ നിന്ന് സ്വന്തമാക്കുകയായിരുന്നു. ഏതാണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഈ ചിത്രം 89 കോടിയാണ് നേടിയെടുത്തത്. ഈ അടുത്ത കാലത്ത് തുടരും എന്ന ചിത്രമാണ് ആ റെക്കോർഡ് മറികടന്നത്. 100 കോടി ക്ലബിൽ കയറിയ നാലാമത്തെ ചിത്രം 2024 പുറത്തിറങ്ങിയ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രമാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ വലിയ ഹിറ്റടിച്ച ഈ ചിത്രം സ്റ്റാർ കാസ്റ്റുകൾ ഇല്ലാതെയാണ് 100 കോടിയിൽ കയറിയത് എന്നത് ഇതിന്റെ പ്രത്യേകതയാണ്. 2024 നസ്ലൻ നായകനായ പ്രേമലു എന്ന ചിത്രമാണ് അഞ്ചാമതായി മലയാളത്തിൽ നിന്നുള്ള 100 കോടി ക്ലബിന്റെ ചിത്രം. യുവതി യുവാക്കൾക്കിടയിൽ തരംഗമായ ഈ ചിത്രം പിന്നീട് രണ്ടാം ഭാഗം പ്രഖ്യാപിക്കുകയും പിന്നീട് അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തിരുന്നു. 2024 തന്നെ പുറത്തിറങ്ങിയ ബെന്യാമിന്റെ കഥയിൽ ബ്ലെസ്സി സംവിധാനം ചെയ്ത പൃഥ്വിരാജ് സുകുമാരൻ നായകനായ ആടുജീവിതം എന്ന ചിത്രമാണ് ആറാമതായി 100 കോടി ക്ലബിൽ കയറുന്ന മലയാള ചിത്രം. പ്രവാസികൾക്കിടയിലും വലിയ വിജയമായിരുന്നു ഈ സിനിമ. 2024 തന്നെ പുറത്തിറങ്ങിയ ഫഹദ് ഫാസിൽ ചിത്രം ആവേശമാണ് 100 കോടി ക്ലബിൽ കയറിയ 7ാമത്തെ മലയാളം സിനിമ. ചെറുപ്പക്കാർക്കിടയിൽ തരംഗമായിരുന്ന ഈ ചിത്രം വലിയ വിജയമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത്. 2024 ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് നായകനായി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ARM. ഈ ചിത്രമാണ് 7ാമതായി 100 കോടി ക്ലബിൽ കയറുന്ന മലയാള സിനിമ. പാട്ടുകൾ കൊണ്ടും വിഷ്വൽ കൊണ്ടും ഗംഭീരമായ ഈ സിനിമ തിയേറ്ററിൽ വലിയ ഹിറ്റായിരുന്നു. 2024 തന്നെ പുറത്തിറങ്ങിയ ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോയാണ് മലയാളത്തിൽ നിന്നുള്ള 100 കോടി ക്ലബിലെ 8ാമത്തെ ചിത്രം. മേക്കിംഗ് കൊണ്ടും ആക്ഷൻ കൊണ്ടും പ്രേക്ഷകരെ ത്രസിപ്പിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് നേടിയെടുത്തത്. ഉണ്ണിമുകുന്ദൻ എന്ന സ്റ്റാറിന് ഒരു ശക്തമായ ബേസ് നൽകിയ ചിത്രം കൂടിയായിരുന്നു മാർക്കോ. 2025 മുരളി ഗോപിയുടെ തിരക്കഥയ്ക്ക് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ എമ്പുരാൻ എന്ന ചിത്രമാണ് മലയാള സിനിമയിലെ 100 കോടി ക്ലബിലെ 9ാമത്തെ എൻട്രി. വലിയ വിജയവും വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്ന ഈ ചിത്രം 2 ദിവസം കൊണ്ടാണ് മലയാളത്തിൽ നിന്ന് ഈ സിനിമ 100 കോടി ക്ലബിൽ കയറിയത്. നിലവിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയും ഇത് തന്നെയാണ്. 2025 തന്നെ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ തുടരും എന്ന ചിത്രവും 10ാമതായി. വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഇല്ലാതെ വന്ന തുടരും തിയേറ്ററിൽ വലിയ ഹിറ്റാണ് സൃഷ്ടിച്ചത്. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് തുടരും എന്ന ചിത്രം നേടിയത് 108 കോടിയാണ്. 2025 ഓഗസ്റ്റ് മാസം 28-ാം തീയതി റിലീസ് ചെയ്ത ലോക എന്ന ചിത്രമാണ്
മലയാളത്തിലെ 100 കോടി ക്ലബിൽ കയറിയ അവസാന ലിസ്റ്റുകളിൽ പെട്ടതൊന്ന്. 7 ദിനങ്ങൾ കൊണ്ടാണ് ഈ ചിത്രം 100 കോടി ക്ലബിൽ കയറിയത്. വലിയ തരംഗമായിരുന്ന ഈ ചിത്രം ഓണവും കഴിഞ്ഞ് മുന്നോട്ട് കുതിക്കുകയാണ്. ഒരു പക്ഷേ ചില രൂപകരൊക്കെ പറയുന്ന പോലെ ഒരു പക്ഷേ ലോക എന്ന സിനിമ ഇൻഡസ്ട്രിയൽ ഹിറ്റ് വരെ അടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ 12 ചിത്രങ്ങളാണ് മലയാള സിനിമയിൽ നിന്ന് 100 കോടി ക്ലബിൽ കയറിയ യഥാർത്ഥ സിനിമകൾ. ഈ 100 കോടി ക്ലബ് തള്ളിയ ചില സിനിമകളെ കുറിച്ചും നമുക്ക് നോക്കാം. ഒരുപാട് സിനിമകൾ അങ്ങനെ അത്തരത്തിൽ പ്രൊമോഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ജാടയുടെ ഭാഗമായിട്ടോ ഒക്കെ തള്ളിയിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് സിനിമകളെ നമ്മൾ നോക്കുന്നുള്ളൂ. 100 കോടി തള്ളിയ സിനിമകളിൽ ഏറ്റവും മുൻപിലുള്ളത് കായംകുളം കൊച്ചുണ്ണി എന്ന നിവിൻ പോളി ചിത്രമാണ്. അന്നത്തെ കാലത്ത് 50 കോടി കളക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ 100 കോടിയിലേക്കുള്ള തള്ള് പെട്ടെന്നായിരുന്നു ഈ സിനിമയ്ക്ക് വന്നത്. പിന്നീട് അത് വലിയ ട്രോളായി മാറുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ ലിസ്റ്റിലുള്ളത് ഒടിയൻ എന്ന ചിത്രമാണ്. ഇതിന്റെ മാരക വേർഷൻ മലയാളികൾ കണ്ടൊരു ചിത്രമായിരുന്നു ഒടിയൻ. ഈ ചിത്രം മോഹൻലാലിന് കരിയറിൽ ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കിയ ചിത്രം കൂടിയാണെന്ന് അദ്ദേഹത്തിന്റെ പ്രേക്ഷകർ പോലും പറയുന്നൊരു ചിത്രമാണ് ഒടിയൻ. ആദ്യ ദിവസം വലിയ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ അതേ ബേസിൽ വെച്ച് തള്ളുകയായിരുന്നു. 100 കോടി എന്ന് പറഞ്ഞ് പ്രൊമോഷൻ ചെയ്തെങ്കിലും അവസാനം ആ ടാഗ് ലൈൻ അവർ തന്നെ പിൻവലിക്കേണ്ട അവസ്ഥ വന്നു. 100 കോടി തള്ളിയ മറ്റൊരു ചിത്രമാണ് മധുരരാജ. കേവലം 48 കോടി മാത്രം കളക്ഷൻ നേടിയ ഈ ചിത്രം എന്തിനാണ് 100 കോടി തള്ളിയതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പ്രൊമോഷന്റെ ഭാഗമായിട്ടോ ജാടയുടെ ഭാഗമായിട്ടോ ഇതിന്റെ അഭിനേതാക്കളോ സാങ്കേതിക പ്രവർത്തകരോ ഇങ്ങനെയൊക്കെ തള്ളുമ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, എന്നായാലും ഇതിന്റെ വാസ്തവം ഒരു ദിവസം പുറത്തു വരും. 100 കോടി തള്ളിയ മറ്റൊരു ചിത്രമായിരുന്നു ഗ്രേറ്റ് ഫാദർ. വളരെ മികച്ചൊരു സിനിമയായിരുന്നു ദ ഗ്രേറ്റ് ഫാദർ. അത്രയും നല്ലൊരു സിനിമയ്ക്ക് 100 കോടി കളക്ഷൻ കിട്ടണം എന്നൊന്നും നിർബന്ധം ഇല്ല. എങ്കിലും അതിന്റെ പ്രൊഡക്ഷൻ ടീമും തള്ളി 100 കോടി. പിന്നീട് ഇതും കളവാണെന്ന് വ്യക്തമായി. 100 കോടി തള്ളിയ മറ്റൊരു സിനിമയാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രം. പ്രീസെയിൽ ബിസിനസ്സിലൂടെ മാത്രം 100 കോടി നേടിയിട്ടുണ്ട് എന്നായിരുന്നു ഈ ചിത്രത്തിന്റെ നിർമ്മാതാവിന്റെ അവകാശവാദം. പതിയെ കാലം പോകുന്തോറും വെറും 48 കോടിയിൽ പത്തി മടക്കി പൊട്ടിത്തകർന്നാണ് ഈ ചിത്രം തിയേറ്റർ വിട്ടത് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഇതേപോലെ 100 കോടി തള്ളിയ മറ്റു സിനിമകളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. 100 കോടിയും മറ്റും 100 കോടി എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന സൂപ്പർ സ്റ്റാറുകളും സൂപ്പർ അല്ലാത്ത സ്റ്റാറുകളും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എത്രയൊക്കെ തള്ളിയാലും ഒരു ദിവസം ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരും. അന്ന് നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഇലിഭ്യരായി നിൽക്കേണ്ടി വരും. എന്തായാലും തൽക്കാലത്തേക്ക് നമ്മൾ ഈ വീഡിയോയോടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ സബ് ചെയ്യാത്ത മാന്യ സുഹൃത്തുക്കൾ ദയവായി സബ് ചെയ്യണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.